ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. എല്ലാ ശ്രോതാക്കൾക്കും കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. നെടുങ്കണ്ടം കൂട്ടാറിൽ കാലി വളർത്തലിനോടൊപ്പം തന്നെ ഏലം, കുരുമുളക് തുടങ്ങിയ കൃഷികളിലും സജീവമായി ശ്രദ്ധിക്കുന്ന ശ്രീ ഫിലിപ്പോസ് MJ മാച്ചേരത്തുമായി ഒരു അഭിമുഖമാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. ഇടുക്കി ജില്ലയിലെ കരുണാപുരം പഞ്ചായത്തിലെ കൂട്ടാറിലെ പ്രധാനമായിട്ടും കാലി വളർത്തലിൽ ഏർപ്പെടുന്ന, അതോടൊപ്പം ഏലം, കുരുമുളക് തുടങ്ങിയ മറ്റു കൃഷികളിലും സജീവമായി ശ്രദ്ധിക്കുന്ന ഒരു യുവ കർഷകനായ ഫിലിപ്പോസ് MJ മാച്ചേരത്താണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം. നമസ്കാരം. ഫിലിപ്പോസിന്റെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട കാർഷിക പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോഴത്തെ എൻ്റെ പ്രധാനപ്പെട്ട കാർഷിക പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് കന്നുകാലി വളർത്തുണ്ട്. അതുകൂടാതെ കുരുമുളക്, ഏലം, കാപ്പി, ചെറിയ തോതിൽ വാഴക്കൃഷി എല്ലാം ഉണ്ട്. ഇഞ്ചി, മഞ്ഞൾ അടക്കമുള്ള പല കൃഷികളും അതിനോടൊപ്പം ചേർന്നിരിക്കുന്നു. മെയിനായിട്ട് പറമ്പിലുള്ള കൃഷി എന്ന് പറഞ്ഞാൽ ശരിക്കും ഏലവും കുരുമുളകുമാണ്. കൂടാതെ പശു വളർത്തലും ഉണ്ട്. ഇപ്പൊ എത്ര പശുക്കളെ പരിപാലിക്കുന്നുണ്ട്? ഇപ്പം നമ്മൾ 5 പശുക്കളെയാണ് പരിപാലിക്കുന്നത്. ഞങ്ങൾ പട്ടം കോളനി കിട്ടിയ കാലം മുതൽ എൻ്റെ വലിയച്ഛന്മാരായിട്ട്, അല്ലെങ്കിൽ എൻ്റെ ഫാദർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യകാലത്ത് 10ഉം 20ഉം കന്നുകാലികളെ വളർത്തിയാണ് അന്നത്തെ കാലത്ത് ഇവിടെ പട്ടം കോളനിയുടെ ആദ്യകാലത്തെ സൊസൈറ്റിയിൽ അന്ന് അവർ മക്കളും മാതാപിതാക്കളും എല്ലാം കൂടെ അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ പാലളന്നുകൊണ്ടിരുന്ന എൻ്റെ വല്യപ്പൻ്റെ കുടുംബത്തിൽ നിന്നായിരുന്നു. അന്ന് അവരുടെ അഡ്രസ്സ് തന്നെ, പുള്ളിക്കാരൻ്റെ പേര് ദേവസ്യ എന്നായിരുന്നു. പാൽ ദേവസ്യ എന്നാണ് അന്ന് ഇവിടെ പട്ടം കോളനിയിൽ തന്നെ അറിയപ്പെട്ടിരുന്നത്. ആ കാലം മുതൽ തുടർന്ന് ഇതുവരെയുള്ള സമയങ്ങളിൽ എൻ്റെ വല്യപ്പൻ്റെ ശേഷം എൻ്റെ പിതാവും അവരുടെ മക്കളും എല്ലാം അവർ ഈ കൃഷിയിൽ തന്നെ ഏർപ്പെട്ടിരുന്നു. ഒരു കാലത്ത് പോലും നിർത്താതെ ഇപ്പോൾ തുടർന്ന് ഞങ്ങൾ പശു വളർത്ത് പഴയതുപോലെ തന്നെ കന്നുകാലി വളർത്ത് തുടർന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും ഞങ്ങൾ സൊസൈറ്റിയിൽ പാലളക്കുന്നുണ്ട്. ഇത്തരത്തിൽ ഒരു മുടക്കം വരാതെ തന്നെ പശു വളർത്തൽ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു നേട്ടങ്ങളും കോട്ടങ്ങളെ കുറിച്ചൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം സംതൃപ്തിയുള്ള ഒരു കൃഷിയാണ്. എപ്പോഴും ഒരു കൂട് അണയാതെ തന്നെ ഇപ്പോഴും നമ്മൾ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായി തന്നെ ഇതിപ്പോഴും നിർത്താതെ കൊണ്ടു നടക്കുകയാണ് പശു വളർത്തൽ. ഏതിനം പശുക്കളെയാണ് പ്രധാനമായിട്ടും ഈ പരിപാലിക്കുന്ന? 5 പശു ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അവ ഏതൊക്കെ ഇനങ്ങളാണ്? നമ്മൾ ശരിക്കും പാരമ്പര്യമായി തുടർന്നു വരുന്ന ഒരു കൃഷി എന്നുള്ളതിൽ തന്നെ വലിയ വ്യാവസായിക അടിസ്ഥാനത്തിലല്ല നമ്മുടെ പശു വളർത്തൽ. മറ്റ് കാർഷിക വിളകളോടൊപ്പം തന്നെ ഇത് നമ്മുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായി കൊണ്ടു നടക്കുക. നമ്മൾ കൂടുതലും ഇപ്പോൾ മുൻകാലങ്ങളിലൊക്കെ ജേഴ്സി അടക്കമുള്ള പശുക്കളായിരുന്നു. എന്നാൽ ഇപ്പോൾ നമ്മൾ HFന്റെ പശുക്കളാണ് നമ്മുടെ ഈ പ്രദേശത്ത് കൂടുതലായിട്ട് വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങളടക്കം അല്ലെങ്കിൽ മറ്റ് മേഖലയിലുള്ളവരും HFന്റെ പശുക്കളാണ് ഇപ്പം വളർത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ 5 എണ്ണവും കറവയുള്ളതാണോ? അതിനകത്തൊരു 2 എണ്ണമാണ് നമുക്ക് കറവയായിട്ടുള്ളത്. ബാക്കി 3 എണ്ണം ഇപ്പം നിലവിൽ ശനയായിട്ടുള്ള പശുക്കളാണ്. അപ്പോൾ ഈ 2 എണ്ണത്തിന് ഇതിന്റെ പരിപാലനം രാവിലെ ഏത് സമയം മുതൽ തുടങ്ങും? രാവിലെ ഒരു 4:30 മുതൽ നമ്മൾ പശുവിന്റെ പരിപാലനം തുടങ്ങേണ്ടതുണ്ട്. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പശുക്കൂടെല്ലാം തൂത്ത് വൃത്തിയാക്കി അതിന്റെ മേത്ത് ചാണകമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴുകി കളഞ്ഞ് അതിനുശേഷം ഒരു 5 മണിയോടുകൂടി നമ്മൾ പശുവിനെ കറക്കാൻ തുടങ്ങിയാൽ ഒരു 6 മണിയോടുകൂടി നമ്മളുടെ പശുവിന്റെ കറവ അവസാനിപ്പിക്കണം. അപ്പോൾ ഇത് തീരുമ്പോൾ തന്നെ നമ്മൾ സൊസൈറ്റിയിൽ പാല് അളക്കുന്ന, പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ തലച്ചുമടായി കൊണ്ട് കൊടുത്തു, ഇല്ലെങ്കിൽ കയ്യിൽ തൂക്കി പിടിച്ചുകൊണ്ട് പോകുന്ന സിസ്റ്റമൊക്കെ മാറി ഇപ്പോൾ നമ്മുടെ വീടുകളിലേക്ക്, സൊസൈറ്റികൾ നമ്മുടെ വീടുകളിലേക്ക് സഞ്ചരിക്കുന്ന കളക്ഷൻ യൂണിറ്റുകൾ ഓട്ടോറിക്ഷയിൽ വന്ന് വീടുകളിൽ വന്ന് എടുക്കുന്ന സ്ഥിതിയാണുള്ളത്. ഒരു 7 മണിയോടുകൂടി ഇപ്പോൾ പാലിന്റെ ഉൽപാദനം കുറവായതുകൊണ്ട് രാവിലെ ഒരു 6:30 ആകുമ്പോൾ തന്നെ അവർ വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോകും. കാരണം അവർക്ക് ലോക്കൽ സെയിൽ കൊടുക്കാനായിട്ട് ഇപ്പോൾ പാലില്ല. അപ്പം രാവിലെ ഒരു 6 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ തൊട്ട് അയൽപക്കത്തുള്ള ഒരു 6-7 കുടുംബങ്ങൾ നമ്മുടെ വീട്ടിൽ, കാരണം 6 മണിക്ക് ശേഷം ഇറക്കുന്നെങ്കിൽ അവർ ക്യൂ എന്നുള്ള നിലയിൽ ഇപ്പം ഇതിന്റെ കൃഷി കുറവായതുകൊണ്ട് തന്നെ, പാലുൽപാദനം കുറവായതുകൊണ്ട് തൊട്ട് അയൽപക്കത്തുള്ള ആളുകളൊക്കെ രാവിലെ ഒരു 6 മണിയാകുമ്പോൾ തന്നെ നമ്മുടെ വീടുകളിലേക്ക് പാല് കളക്ട് ചെയ്യാനായിട്ട് വരും. അപ്പോൾ ഒരു 6 മണിയോടുകൂടി നമ്മൾ
കറവയുടെ സംവിധാനം തീർക്കണം. അതിനുശേഷം പിന്നെ ഇതിനുള്ള കാലിത്തീറ്റ നമ്മൾ കൊടുത്ത് ഒരു 7:30 അതിന്റെ വെള്ളവും കാര്യങ്ങളും എല്ലാം കൊടുത്തതിന് ശേഷം ഒരു 10 മണിയോടുകൂടി പുല്ലൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ പുല്ല് കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മുടെ കൃഷിയിടത്തിൽ മൊത്തം കിട്ടത്തില്ല. മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പുല്ല് നമ്മൾ മറ്റ് ആളുകളിൽ നിന്ന് തൊട്ടടുത്തുള്ള പ്രദേശങ്ങളിൽ പുൽകൃഷി ഉള്ളിടത്തു നിന്ന് നമ്മൾ ചാണകവും കൊടുത്തുമൊക്കെ പുല്ല് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം രാവിലെ മുതൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഫുൾ ടൈം, അതിനുശേഷം നമ്മൾ ഉച്ചയാകുമ്പോൾ വീണ്ടും വെള്ളം കൊടുത്തു, അതിനുശേഷം കറവയായി വൈകുന്നേരം രാത്രി കിടക്കുന്നിടം വരെ ശരിക്കും 24 hours ആണ് ഇതിന്റെ ഒരു മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. രാത്രി ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് വരെ ഈ പശുവിന്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അല്ലേ? തീർച്ചയായിട്ടും. കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറങ്ങാൻ കിടക്കുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പശുക്കൂട് തൂത്ത് വൃത്തിയാക്കിയിട്ടതിന് ശേഷം മാത്രമേ നമുക്ക് കിടക്കാൻ പറ്റുള്ളൂ. ലൈറ്റ് അണച്ചതിന് ശേഷം നമ്മൾ കിടക്കുന്നതോടൊപ്പം തന്നെ ഇവയും കിടന്ന് സംതൃപ്തിയോടുകൂടി ആ ഒരു ഉറക്കം, നമ്മുടെ അതേ റെസ്റ്റ് തന്നെ അവർക്കും വേണം. ആ ഒരു രീതിയിലാണ് നിലവിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ പശുക്കൾക്ക് പ്രധാനമായിട്ടും ബാധിക്കുന്ന രോഗങ്ങൾ അതുപോലെ അസുഖങ്ങളൊക്കെ എന്തൊക്കെയാണ്? പശുക്കൾക്കെന്ന് പറയുമ്പം ശരിക്കും നമ്മളൊരു പ്രസവം ഇപ്പോൾ ഒരു 9 മാസം 9 ദിവസം എന്നാണ് പറയുന്നത്. ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ചെറിയ വ്യത്യാസങ്ങളൊക്കെ പ്രസവവുമായി ബന്ധപ്പെട്ട് വന്നേക്കാം. പക്ഷേ ഇപ്പോൾ കണ്ടുവരുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഒരു പശുവിനെ പേരെടുക്കുക എന്ന് പറയുമ്പോൾ വലിയ പ്രതിസന്ധിയാണ്. കാരണം പ്രസവം എടുക്കുമ്പോൾ പഴയ പോലെ കന്നുകാലികൾക്ക് പ്രതിരോധ ശേഷി കുറവാണ്. ആരോഗ്യത്തിന്റെ ഒരു പ്രശ്നം കൊണ്ട് തന്നെ പലപ്പോഴും പശുക്കൾക്ക് വീണു പോകാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊക്കെ ഇനി നോർമലി ഒരു ഡെലിവറിയെ കഴിഞ്ഞു പശുക്കൾ കിട്ടിക്കഴിഞ്ഞു. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ഒരു പഞ്ചായത്തിൽ ഒരു ആരോഗ്യ കേന്ദ്രമാണ് അതുമായി ബന്ധപ്പെട്ടുള്ളത്. 24 മണിക്കൂറും ഡോക്ടർമാരുടെ സേവനം നമുക്ക് പലപ്പോഴും കിട്ടാറില്ല. അത് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണ് ഈ മേഖലയിൽ. ഒരു കഴിഞ്ഞ ആഴ്ച നമ്മുടെ വീട്ടിലൊരു 9 മാസം പൂർത്തിയായ ഒരു പശു, എനിക്കുണ്ടായ ഒരു അനുഭവമാണ്. ഒരു 15 ദിവസത്തിൽ താഴെ ആയിട്ടുള്ളൂ. ഒരു 9 ദിവസം കൂടെ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കേണ്ട ഒരു പശു 65,000 രൂപ കൊടുത്ത് വാങ്ങിച്ചതാണ്. അതിന്റെ കൈയുടെ രണ്ടിനും ഇടയ്ക്കുള്ള വലിയൊരു ഞരമ്പങ്ങ് പൊട്ടി. പകൽ സമയത്താണ്, ശനിയാഴ്ചയാണ്. ഞരമ്പ് പൊട്ടി അതിഭയങ്കരമായി രക്തം വാർന്നൊഴുകാൻ തുടങ്ങി. അപ്പോൾ തന്നെ ഡോക്ടറിനെ വിളിച്ചു. ഡോക്ടർ പറഞ്ഞു നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ചിട്ട് അടച്ചു വെച്ചാൽ മതി, അത് തൽക്കാലം സ്റ്റോപ്പ് ആയിക്കോളും, അതിനുശേഷം മാറിയില്ല എങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. എന്തായാലും കൊള്ളാതെ ഒരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം ബ്ലഡ് കോട്ടായി, അവിടെ ഓക്കെ ആയി. അതിനുശേഷം രാത്രി ഒരു 7:30 വീണ്ടും രക്തം പാർന്നു പോകാൻ തുടങ്ങി. അപ്പം ഡോക്ടറിനെ വിളിച്ചു. അപ്പം ഡോക്ടർ പറഞ്ഞു ഞാൻ വീട്ടിൽ പോകുന്നു, നിങ്ങളോട് പറഞ്ഞിരുന്നതല്ലേ കുറവ് ഇല്ലെങ്കിൽ വിളിക്കണ്ടേ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുറവുണ്ടായിരുന്നു, അതുകൊണ്ട് വിളിച്ചില്ല, ഇപ്പൊ തൽക്കാലം ഞാൻ സ്ഥലത്തില്ല, നിങ്ങൾ നെടുങ്കണ്ടവുമായി ബന്ധപ്പെടാൻ പറഞ്ഞു. നെടുങ്കണ്ടത്ത് വിളിച്ചപ്പോൾ അന്ന് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഡോക്ടർ ഇദ്ദേഹമായിരുന്നു. അന്ന് രാത്രിയിൽ ഒരു 11 മണി വരെ ഡോക്ടർമാരുടെ സേവനത്തിന് വേണ്ടി അതിഭയങ്കരമായി കോൺടാക്ട് ചെയ്തു. ഒരു രക്ഷയില്ല. പല ആളുകളെയും വിളിച്ചു. അതിനുശേഷം രാത്രി നമ്മൾ ടോൾ ഫ്രീ നമ്പറിലേക്ക് വിളിക്കാനായിട്ട് എന്നെ അറിയാവുന്ന ഒരു ഡോക്ടർ പറഞ്ഞു. ടോൾ ഫ്രീ നമ്പർ വിളിച്ചപ്പോൾ അവിടെ ബിസിയായിരുന്നു. പിന്നീട് അവർ തിരിച്ചു വിളിച്ചപ്പോൾ വീണ്ടും അവർ ഇവിടുത്തെ ചില ഡോക്ടേഴ്സിന്റെ നമ്പർ ഒന്നും സ്ഥലത്തില്ലാത്തവരായിരുന്നു. എന്തായാലും കൊള്ളാം, ഒരു 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു ചെറിയ സേവനം കിട്ടിയാനായിരുന്നു. അപ്പൊ ഇത് കുറവായിരുന്നുകൊണ്ട് നമ്മൾ പിന്നീട് അത് കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചില്ല. രാത്രി കോൺടാക്ട് ചെയ്തു. അപ്പം പലരെയും വിളിച്ചപ്പോഴും ഒരുത്തരം നമുക്ക് കിട്ടിയില്ല. പിറ്റേ ദിവസം ഒരു 1 മണിയോടുകൂടി പശു രക്തം പറന്ന് മരിക്കുന്ന സ്ഥിതിയാണ് ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ 24 മണിക്കൂറിനുള്ളിൽ നമുക്ക് കൃത്യമായ ഒരു സേവനം ഇവിടുത്തെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിൽ നിന്ന് അങ്ങനെ ഒരു സേവനം കിട്ടിയില്ല. പലരോടും അന്വേഷിച്ചപ്പം ഡോക്ടർമാരുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞത് ഡോക്ടർമാർ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഒരാളെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, 2-3 ആളുകൾ വേണ്ടിവരും, കണ്ടു കഴിഞ്ഞാൽ ഇത് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവർ പലപ്പോഴും ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഇത്തരം ചില കാര്യങ്ങളിൽ നമുക്ക് സേവനം കിട്ടുന്ന കാര്യത്തിൽ ഡോക്ടർമാർ വിളിച്ചാൽ വരും, പക്ഷെ ഇവരുടെ സേവനം നമുക്ക് എപ്പോൾ വേണേലും ആവശ്യം വരാം. മൃഗങ്ങൾക്ക് സംസാരിക്കാൻ കഴിവില്ല, നമ്മൾ ഇത് ഊഹിച്ചെടുക്കണം. ഇപ്പോൾ ഒരു പ്രസവവുമായി ബന്ധപ്പെട്ട് ഞങ്ങളുടെയൊക്കെ വീട്ടിൽ ചെയ്യുന്ന പാരമ്പര്യമായി ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ മുത്തച്ഛന്മാരായിട്ട് ചെയ്തു വരുന്ന കൃഷി ആയതുകൊണ്ട് ഇവർക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു പകുതി ഡോക്ടറാണ്. എൻ്റെ പിതാവൊക്കെ എന്ന് പറയുമ്പോൾ ഒരു മിനി ഡോക്ടർ തന്നെയാണ്. അപ്പൊ അതിന് ഒരു സുഖപ്രസവത്തിനുള്ള ജെല്ലടക്കമുള്ള സംവിധാനങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ മേടിച്ച് കരുതി വെക്കും അതിന് ഒരാഴ്ച മുമ്പ് തന്നെ. അപ്പൊ അതങ്ങനെ ഒരു കുറെ കാര്യങ്ങളൊക്കെ അങ്ങനെ ചെയ്യുന്നതുകൊണ്ടാണ് നോർമലി പോകുന്നത്. പിന്നെ ഇതിന് വരാൻ സാധ്യതയുള്ള ഒരു ആരോഗ്യ പ്രശ്നം എന്ന് പറഞ്ഞാൽ കുട്ടിയൊക്കെ ഉണ്ടായതിനു ശേഷം അകിടുവീക്കം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ ഉള്ള പശുക്കളൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് പശുക്കൾ പോലും ഒരു 10, 25, 30 ലിറ്റർ പാലൊക്കെ കിട്ടുന്ന പശുക്കളായിരിക്കും ഒരു എച്ചപ്പിന്റെ പശുക്കൾ എന്നൊക്കെ പറയുമ്പോൾ. ഇത് പാല് കൃത്യമായി ചുരത്താതെ വരികയോ ഇനി ചുരത്തിയാൽ തന്നെ കൃത്യമാണെങ്കിൽ തന്നെ അകിടുവീക്കം വരാനായിട്ട് സാധ്യത വളരെ കൂടുതലാണ്. വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ തുടരെ ഇതുങ്ങൾക്ക് പനി വരാറുണ്ട്. ഇപ്പം പഴയ ഒരു കാലഘട്ടം പോലെയല്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നാടൻ പശുക്കളായിരുന്നപ്പം ഇവയെ അഴിച്ചു കെട്ടാനും കണ്ടത്തിലും റോഡിലൊക്കെ അയച്ചു കിട്ടുന്ന സംവിധാനമുണ്ട്. ഇപ്പം ഇങ്ങനെ അയച്ചു കെട്ടാനായിട്ട് സംവിധാനങ്ങൾ വളരെയധികം കുറഞ്ഞതുകൊണ്ട് തന്നെ കന്നുകാലികളും നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇവയെ അയച്ചു കിട്ടാനായിട്ട് വയലിൽ പുല്ല് മേയാനായിട്ട് വിടുന്നില്ലാത്തത് കൊണ്ട് തന്നെ ഇത് നിങ്ങൾക്ക് പ്രതിരോധ ശേഷി വളരെ കുറവാണ്. ഒരു ചെറിയൊരു അസുഖം വന്നാൽ പോലും മിനിമം 5,000 രൂപയാണ് ഇതിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി വരുന്നത്. ഒരു കന്നുകാലി ചത്തുപോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഇതിന്റെ ഒരു 8-9 മാസം പരിചരിച്ചതിന്റെ നഷ്ടവും ഒക്കെ ആയിട്ട് വലിയൊരു പ്രതിസന്ധിയിലേക്കാണ് ക്ഷീരകർഷകർ നേരിടുന്നത്. അതുകൂടാതെ നമുക്കിപ്പം ക്ഷീരമേഖലയിൽ 52 രൂപയാണ് നമുക്ക്
പുറം സെയിൽ മിൽമയിൽ നിന്നൊക്കെ കിട്ടുന്നത്. പക്ഷേ കർഷകനൊരു 38 മുതൽ 42 രൂപ വരെയാണ് കിട്ടുന്നത്. പാലിന് വില കൂടി എന്ന് പറയുമ്പോഴും ക്ഷീരമേഖലയിൽ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് കാലിത്തീറ്റയ്ക്ക്. പണ്ടൊക്കെ കാലിത്തീറ്റകൾ തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന തവിടും ചോളവും അടക്കം സുതാര്യമായിരുന്നു, സുലഭമായി കിട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കാലിത്തീറ്റയെ മാത്രം മിൽമയുടെയോ അല്ലെങ്കിൽ കേരള ഫീഡ്സിന്റെ കാലിത്തീറ്റയെ മാത്രം ആശ്രയിക്കുന്നു. ഒരു 10 വർഷം മുമ്പ് 300-400 രൂപയായിരുന്ന സംഭവമൊക്കെ ഇപ്പോൾ ഏതാണ്ട് ഒരു 1500 രൂപയോളം വിലവർദ്ധനവ് വന്നു. മെഡിക്കൽ സംബന്ധമായും ചെലവുകളേറി. ഇതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്. കാമ്പ് കേട് വരാറില്ലേ? കാമ്പ് കേട് വരാറുണ്ട്. അതാണ് ഞാൻ മുമ്പേ സൂചിപ്പിച്ചത്. ഈ കാമ്പ് കേട് എന്ന് പറഞ്ഞാൽ അകിട് വീക്കം നമുക്ക് തുടക്കത്തിൽ മുതൽ നന്നായി പരിപാലിച്ചില്ല എങ്കിൽ, ഇപ്പം സ്റ്റാർട്ടിങ് അത് അറിയത്തില്ലാത്തവരാണെങ്കിൽ ശ്രദ്ധിക്കുകയല്ല, ഈ അകിട് കല്ലിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ അകിട് വീക്കത്തിന്റെ ഒരു ലക്ഷണം അങ്ങ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അത് കൃത്യമായി നമ്മൾ അതിൻ്റെ ഒരു ട്രീറ്റ്മെന്റ് കൊടുത്തില്ല എങ്കിൽ ആ കാമ്പ് പൂർണ്ണമായും നഷ്ടപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. അതിൻ്റെ അനുസരിച്ച് പിന്നീട് അതിനെ നമ്മൾ വിൽക്കുന്ന കാലഘട്ടത്തിൽ 3 കാമ്പുള്ള ഒരു കാമ്പ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വിലയുടെ പ്രശ്നവും കാര്യങ്ങളും ഒക്കെ വരും. അതുകൊണ്ട് അതൊരു വലിയ പ്രതിസന്ധിയാണ്. കാമ്പ് കേടിനൊരു സാധ്യതയുണ്ട് നന്നായി പരിപാലിച്ചില്ല എങ്കിൽ. കുളമ്പ് രോഗം വലിയ കാര്യമായിട്ടില്ല. കുളമ്പ് രോഗം എന്ന് പറഞ്ഞാൽ ഇടക്കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ മൃഗസംരക്ഷണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് ഈ കുളമ്പ് രോഗത്തിനുള്ള കുത്തിവയ്പ്പ് അഡ്വാൻസ് ആയിട്ട് എടുക്കുന്നുണ്ട്. അത് ഈ പരിപാലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ വൃത്തിയോടുകൂടിയൊക്കെ സൂക്ഷിക്കുകയാണെങ്കിൽ അത്ര വലിയ കാര്യങ്ങൾ വരുന്നില്ല. അതിന് കൃത്യമായ കുളമ്പ് രോഗത്തിന്റെ ഒരു കുത്തിവയ്പ്പ് നടത്തുന്നുണ്ട്. ഇനി കന്നുകാലികളെ വളർത്തുമ്പോൾ ആളുകൾ പൊതുവെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണുള്ളത്? കന്നുകാലിയെ വളർത്തുമ്പോൾ നമ്മൾ പൊതുവായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത് നമ്മുടെ പരിസരം, അതുമായി ബന്ധപ്പെട്ടുള്ള പരിസരം വൃത്തിയായിരിക്കണം. ഏറ്റവും കൂടുതൽ ഈ പശുവിൻ്റെ പാല് പിഴിഞ്ഞതിന് ശേഷം അവിടെ വീഴാൻ സാധ്യതയുള്ള പാൽ അപ്പോൾ തന്നെ നമ്മൾ കഴുകി കളയേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, പാല് പുറത്തൊഴിച്ചാൽ തന്നെ അത് പെട്ടെന്ന് ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗസ് ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് പാലെന്ന് പറയുമ്പോൾ. അപ്പോൾ ഇത് അകിടിലേക്ക് കയറിയിട്ട് ആ ബാക്ടീരിയ അതിനകത്തേക്ക് കയറിയിട്ടാണ് ശരിക്കും കൂടുതലും അകിട് വീക്കമൊക്കെ വരാനായിട്ട് സാധ്യത ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ കുളമ്പ് രോഗം എന്നതിനേക്കാൾ ഉപരി കുളമ്പിന്റെ ഇടയിൽ ചാണകമോ ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു മുഴുവൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. ഇപ്പം മുട്ട് ഇല്ലെങ്കിൽ കൈയുടെ മുട്ട്, കാലിന്റെ മുട്ട്, മേത്തെന്തെങ്കിലും ചെറിയൊരു മുറിവോ എന്തെങ്കിലുമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അത് കൃത്യമായ രീതിയിൽ അതിനുള്ള ചികിത്സ കൊടുത്തില്ല എങ്കിൽ വലിയ പ്രതിസന്ധി ഉണ്ടാവും. അത് മറ്റ് കാരണങ്ങളിലേക്ക് വലുതാവാനായിട്ട്, ഇൻഫെക്ഷനായി വലിയ കാരണങ്ങളിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൂടാതെ കാൽസ്യം ഇപ്പം നമുക്കറിയാം, ഒരു പശുവിനെ സംബന്ധിച്ച് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാൽസ്യം അടങ്ങുന്ന സാധനമാണ് പാല് നമ്മൾ വലിച്ചൂറ്റി എടുക്കുന്നത്. തീർച്ചയായിട്ടും പാലിന്റെ അളവ് എത്രമാത്രം ഒരു പശുവിൽ നിന്ന് നമ്മൾ കൂടുതലായി പാല് കിട്ടുന്നു അതിന്റെ അനുസരിച്ച് അതിന്റെ ശരീരത്തിലെ കാൽസ്യമാണ് കൃത്യമായിട്ട് കുറഞ്ഞു വരുന്നത്. ശരീരത്തിൽ അടങ്ങിയിരിക്കുന്ന കാൽസ്യം കുറയുമ്പോൾ, ഇപ്പം മനുഷ്യന്റെ ശരീരത്തിലാണെങ്കിലും മൃഗങ്ങളുടെ ആണെങ്കിലും അതിന്റെ എല്ലിലാണ്, അത് പിന്നീട് അതിന്റെ എല്ലിൽ നിന്ന് ആ കാൽസ്യം വലിച്ചെടുക്കാനായിട്ട് സാധ്യത വരും. അപ്പോൾ അതിനൊരു സാഹചര്യം കൊടുക്കാതെ ഒരു മാസത്തിൽ നമ്മൾ കൃത്യമായി ഡോക്ടറിന്റെ ഒരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ എത്രമാത്രം പാല് കിട്ടുന്നു അതിൻ്റെ അനുസരിച്ച് പശുവിന് ക്ഷീണമൊക്കെ ഉണ്ടാകുമ്പം ഒരു മാസത്തിലൊന്നോ അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോഴോ അത് അവിടുത്തെ മെഡിക്കൽ വകുപ്പുമായി ആലോചിച്ചുകൊണ്ട് കൃത്യമായി കാൽസ്യം ഉണ്ടാകാനുള്ള സംവിധാനം, കാൽസ്യത്തിൻ്റെ ഇത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതൊരു ഏറ്റവും കൂടുതൽ കർഷകർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. പിന്നെ നമ്മൾ മറ്റൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കൃഷിക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നല്ല വിലയുള്ള ഒരു പശുവിനെ വാങ്ങിയാൽ അതിനെ ഇൻഷുർ ചെയ്യാനായിട്ട് ഇപ്പം നമ്മൾ പലപ്പോഴും പണ്ടൊക്കെ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃഗസംരക്ഷണ വകുപ്പിലെ ഡോക്ടർമാർ കുറച്ച് ഉത്സാഹിക്കുമായിരുന്നു ഇൻഷുറൻസിന് വേണ്ടിയിട്ട്. അതുകൂടാതെ ക്ഷീരവികസന വകുപ്പ് അല്ലെങ്കിൽ മിൽമയുമായി ബന്ധപ്പെട്ട് സബ്സിഡിയോടുകൂടി ഇൻഷുറൻസ് കൊടുക്കുമായിരുന്നു. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ കൃത്യം എല്ലാ വർഷവും, ഇപ്പോൾ അതെല്ലാം മാറിയിട്ട് കർഷകൻ വേണമെങ്കിൽ നേരിട്ട് എടുത്തോ എന്നുള്ളൊരു സംവിധാനത്തിലേക്ക്. ഇപ്പം നമുക്കിവിടെ ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂ ഇന്ത്യയുടെ ഇൻഷുറൻസ് കമ്പനിയാണ് കട്ടപ്പനയിലുള്ളത്. അവിടെ ഒരല്പം കൂടെ പ്രീമിയം കൂടുതലാണ്. പിന്നെ യുണൈറ്റഡ് ഇന്ത്യയാണ് ഏറ്റവും കൂടുതൽ ക്ലെയിം സെറ്റിൽമെന്റ് ചെയ്യുന്ന കാര്യത്തിൽ നമ്മുടെ ഒരു അനുഭവത്തിൽ എളുപ്പമുള്ളത്. അത് തൊടുപുഴയാണുള്ളത്. ഇപ്പം നമ്മൾ ഇൻഷുർ ചെയ്യണമെങ്കിൽ തൊട്ടടുത്തുള്ള മൃഗാശുപത്രിയിൽ അല്ലെങ്കിൽ നമ്മുടെ അതോറിറ്റിയിൽപ്പെട്ട മൃഗാശുപത്രിയിൽ ചെന്ന് ഡോക്ടറെ വിളിച്ചുകൊണ്ട് വന്ന് അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് എഴുതി വാങ്ങിച്ച് നമ്മൾ നേരിട്ട് പോയി ഇൻഷുർ ചെയ്ത്, ഇപ്പോൾ തൊടുപുഴ പോകുക എന്ന് പറഞ്ഞാൽ രാവിലെ ഇവിടെ നിന്ന് നമ്മൾ മെനക്കെട്ട് തൊടുപുഴ ചെന്ന് ഒരു മണിക്കൂർ അവരുടെ പേപ്പർ വർക്കുകളെല്ലാം തീർന്ന് വാങ്ങിച്ചുകൊണ്ട് വരേണ്ട ഒരു സ്ഥിതിയുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ മുൻകാലങ്ങളിൽ എന്ന് പറഞ്ഞാൽ ഡോക്ടർമാർ തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ഇൻഷുർ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഇത് ഫയലിൽ അയച്ചു കൊടുത്തിരുന്നു. ഇപ്പം അത്രയും റിസ്ക് എടുക്കാൻ ആരും തയ്യാറല്ല, ഒരു വകുപ്പും. കാരണം ഇത് ഏറ്റവും നമ്മൾ പറയുമ്പം ലാഭം ഉണ്ടാവാം, നഷ്ടമുണ്ടാവാം. പുതുതായിട്ട് ഒരു ആൾ പോലും കടന്നു വരാത്ത ഒരു മേഖലയാണ് ക്ഷീരമേഖല എന്ന് പറയുന്നത്. നടത്തപ്പെടുന്ന വലിയ ഫാമുകൾ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഒരു ഇടത്തരം ഇല്ലെങ്കിൽ ഏറ്റവും താഴേക്കിടയിലുള്ള ആളുകളാണ്. 5 പശു 10 പശു എന്നൊക്കെ. ഇപ്പം 100 പശു 200 പശു 400 500 ആ ഒരു റേഞ്ചിലേക്കാണ് വലിയ ഫാമുകളാണ്. വൻകിട ആളുകൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു മേഖലയായി മാറിയിരിക്കുകയാണ് നമ്മുടെ കാലി വളർത്തൽ എന്ന് പറയുന്നത്. കാരണം വ്യാവസായിക അടിസ്ഥാനത്തിൽ ഒരു ഡയറി യൂണിറ്റ് പോലെ പ്രവർത്തിക്കത്തക്ക വിധത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിന് മാത്രമേ ഇന്നിപ്പോൾ ക്ഷീരമേഖല പിടിച്ചു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതിനുള്ള ഒരു സഹായങ്ങൾ മറ്റ് മേഖലകളിൽ നിന്ന് വന്നെങ്കിൽ മാത്രമേ ഈ മേഖല പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്.
വിപണനം പ്രധാനമായിട്ടും അടുത്തുള്ള ആളുകൾക്ക്, പിന്നെ ഇവിടുത്തെ സൊസൈറ്റിയിൽ കൊടുക്കും അല്ലേ? അതെ അതെ, അങ്ങനെയാണ് കൊടുക്കുന്നത്. നേരത്തെ എന്ന് പറയുമ്പോൾ ഇവിടുത്തെ ഒരു സംസ്കാരത്തിന്റെ ഭാഗമായിരുന്നു. 5 ഏക്കറാണ് പട്ടം കോളനിയുടെ പട്ടണത്തിനുള്ള നമുക്ക് ഇവിടെ കൊടുത്തത്. 5 ഏക്കറും അന്നത്തെ കാലത്ത് പണിയായുധങ്ങളും 2000 രൂപയാണ് കൊടുത്തത്. അന്നത്തെ ഏറ്റവും വലിയ ജീവിതമാർഗം എന്ന് പറയുന്നത് അന്ന് കാലി വളർത്തലായിരുന്നു ചെറിയൊരു വരുമാന മാർഗം. ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ, ഇപ്പൊ കാച്ചില്, ചേന, ചേമ്പ് അങ്ങനെയുള്ള സാധനങ്ങൾ, നെല്ല് അടക്കം ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു തുടക്കത്തിൽ. അതിനുശേഷം കുറെ കഴിഞ്ഞപ്പോൾ മലവെള്ളപ്പാച്ചിലൊക്കെ നമ്മുടെ കണ്ടത്തിലൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, വലിയ തുലാമഴയിലാണ് നെൽക്കണ്ടമൊക്കെ ഒഴുകിപ്പോയി. പിന്നീടാണ് തെങ്ങിന്റെ കൃഷിയിലേക്ക് അവിടെ വന്നത്. പിന്നീട് കാലം മാറി കുരുമുളകായി. കുരുമുളക് വന്നതിന് ശേഷം ബാക്കിയുള്ള കൃഷികളെല്ലാം അത്യാവശ്യം കപ്പ, വാഴ അങ്ങനെയുള്ള കാർഷിക മേഖലയിലേക്ക് മാറി. ഒരു 2008 മുതൽ ഇങ്ങോട്ടേക്ക് ഏലത്തിന്റെ കൃഷി, ഒരു 2000 മുതൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഉണങ്ങിയ ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഉണക്കം എന്ന് പറഞ്ഞാൽ ഉണക്ക് എന്നതിനേക്കാൾ ഉപരി സാമ്പത്തികമായി മന്ദീഭവിച്ച ഒരു കാലഘട്ടമായിരുന്നു. ഒരു 97 മുതൽ ഇങ്ങോട്ടൊരു 2008-2010 വരെ. പിന്നീട് ഏലം കൃഷി ഹൈറേഞ്ച് നമ്മുടെ ഈ മേഖലയിൽ, ഈ പട്ടംകോളനി മേഖലയിൽ ഏലത്തിന്റെ കൃഷി അധികമായി വന്നതോടുകൂടിയാണ് ആളുകളുടെ കയ്യിലേക്ക് ഒരല്പം വരുമാനത്തിന്റെ ഒരു മാർഗം ഉണ്ടായത്. അതിനു മുമ്പെന്ന് പറഞ്ഞാൽ ശരിക്കും നമ്മൾ ഒരു 2-3 പശുക്കളുമായി എല്ലാ വീടുകളിലുമുണ്ട്. വീട്ടിലെ പുരുഷന്മാർ മറ്റ് സ്ഥലങ്ങളിൽ പണിയാൻ പോകും, നമ്മുടെ പറമ്പിൽ കൃഷി ചെയ്യും. സ്ത്രീ ജനങ്ങളെന്ന് പറയുന്നത് അവർ പശുവിനെ നോക്കി പശുവിനെ പരിപാലിച്ച് സൊസൈറ്റികളിൽ പാലുകൊണ്ട് കൊടുക്കുന്ന ആ ഒരു വരുമാനത്തിന്റെ ഭാഗമായിരുന്നു. ആഴ്ചയിൽ അരി മേടിക്കാനുള്ള വരുമാനം എല്ലാ വീട്ടിലും പശു വളർത്തലിൽ നിന്ന് കിട്ടുന്നു. മറ്റു വീടുകളിൽ നിന്ന് വാങ്ങേണ്ട സ്ഥിതിയില്ല, സ്വന്തമായി തന്നെ ഇത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥിതിയായിരുന്നു. പിന്നീട് ഏലം വന്നു കഴിഞ്ഞപ്പം നമ്മുടെ പറമ്പിൽ പുല്ലുകൾ കിളുക്കാതായി. ഓട്ടോമാറ്റിക്കായിട്ട് അതിനേക്കായി കൂടുതൽ വരുമാനം ഏലത്തിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതീതി ഉണ്ടായി. അപ്പം പശു വളർത്തൽ സ്വാഭാവികമായും കുറഞ്ഞുപോയി. ഇതിന്റെ പുറകിന് ഈ പറഞ്ഞ പോലെ ഒരു ദിവസം കൂലിപ്പണിക്ക് പോകുന്നവനോ അല്ലെങ്കിൽ ഏലക്കായ എടുക്കാൻ പോകുന്ന ആളുകളെ സംബന്ധിച്ച് രാവിലെ 8 മണിക്ക് പോയി വൈകിട്ട് 4 മണിക്ക് കയറി വന്ന് സമാധാനമായിട്ടിരിക്കും. പക്ഷേ കാലി വളർത്തലുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഒരു വിവാഹത്തിന് പോകാനോ ഒരു മരണാനന്തര ചടങ്ങിന് പോകാനോ ഒരു വിശേഷ ദിവസം പോലും ഒരിടത്തും ഒരു പനിയായിട്ടൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയാൽ പോലും സഹായത്തിന് മറ്റൊരാളെ പോലും വിളിക്കാൻ പറ്റത്തില്ലാത്ത തരത്തിൽപ്പെട്ട ഒരു തൊഴിലാണ് കാലി വളർത്തൽ എന്ന് പറയുന്നത്. മറ്റ് പണികൾ എന്തും നമുക്ക് മാറ്റിവെക്കാം. വീട്ടിൽ തീറ്റയിട്ട് കൊടുക്കുന്ന സാധനത്തിന് നമ്മൾ ചെത്തിക്കൊണ്ട് കൊടുത്തില്ലെങ്കിൽ തീറ്റ ഇല്ലാത്തതുകൊണ്ട് അതുങ്ങൾ പട്ടിണിയാവുന്നത് കൊണ്ട് മറ്റു കാര്യങ്ങൾക്കൊന്നും പോകാൻ പറ്റത്തില്ലാത്തൊരു സ്ഥിതിയിലേക്ക് വന്നു. ഇപ്പൊ അതുകൊണ്ട് തന്നെ വലിയ ഫാമുകൾ, ഇപ്പം 10, 50, 100 കന്നുകാലികൾ വളർത്തുന്ന ഫാമുകാർക്ക് മാത്രം വേലക്കാരെ വെച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥിതിയിലേക്ക് മാറി. ഇപ്പൊ സാധാരണ കർഷകർ വളരെ കുറവാണ്. എനിക്ക് തോന്നുന്നു മിക്ക സംഘങ്ങളിലും ഇപ്പൊ പാല് ലോക്കൽ സെയിൽ വീടുകളിൽ കൊടുക്കാൻ പോലും ക്ഷീരമേഖല ആകപ്പാടെ തകർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനുള്ള ഒരു സംവിധാനം ഗവൺമെന്റുകളാണേലും മറ്റ് ഏജൻസികളാണേലും അല്ലെങ്കിൽ പുതുതായി ഈ രംഗത്തേക്ക് ആളുകൾ കടന്നു വരേണ്ടതുണ്ട് എന്ന് തന്നെയാണ് പറയാനുള്ളത്. हर जोखिम से निकल कर फसल आए, सुरक्षित हो जाए। फसल बीमा से हर किसान अब आत्मनिर्भर हो जाए। संकट के समय प्रधानमंत्री फसल बीमा योजना किसानों के लिए वरदान है। अब सूखा पड़े या बाढ़ आ जाए कोई डर नहीं। अब ओले पड़े या कीट पतंगे फसल खा जाए कोई फिक्र नहीं, क्योंकि हमने लिया है प्रधानमंत्री फसल बीमा। बुआई से फसल कटाई तक हर जोखिम का दावा, न्यूनतम प्रीमियम पर अधिकतम भुगतान का वादा। योजना से हर साल जुड़ रहे हैं 5 करोड़ से ज्यादा किसान। अब आपकी है बारी। नजदीकी कृषि कार्यालय, सहकारी समिति, बैंक शाखा, अधिकृत बीमा कंपनी या जन सेवा केंद्र में स्वेच्छा से करा सकते हैं पंजीकरण। फसल बीमा पोर्टल या फसल बीमा ऐप द्वारा भी कराया जा सकता है पंजीकरण। प्रधानमंत्री फसल बीमा योजना, आपकी फसलों का संपूर्ण सुरक्षा कवच। कृषि एवं किसान कल्याण मंत्रालय, भारत सरकार। പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? എൻ്റെ പഠനം എന്ന് പറഞ്ഞാൽ കൂട്ടാറ് SNLP സ്കൂളിലായിരുന്നു LP വിദ്യാഭ്യാസം. അതിനുശേഷം UP എന്ന് പറഞ്ഞാൽ കരുണാപുരം NSS സ്കൂളായിരുന്നു. ഹൈസ്കൂള് കുഴുത്തുളു, ഹയർ സെക്കൻഡറി കല്ലാർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. പിന്നെ ഡിഗ്രി പഠിച്ചത് കട്ടപ്പന ഗവൺമെൻറ് കോളേജിലായിരുന്നു. അപ്പം ഇതിനോടൊപ്പം തന്നെയാണ് മറ്റ് കൃഷിയിലും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി കാലി വളർത്തലല്ലാതെ പ്രധാനമായിട്ട് ഏലവും കുരുമുളകും കൃഷി ചെയ്യുന്നുണ്ടല്ലേ? അതെ, ഏലം കുരുമുളക് കൃഷിയുണ്ട്. എത്ര ഏക്കർ സ്ഥലത്ത് കൃഷിയുണ്ട്? നമുക്ക് 1.5 ഏക്കർ സ്ഥലത്താണ് മൊത്തം കൃഷിയുള്ളൂ. അത് ഏലവും കുരുമുളകും ഒക്കെ ഇടകലർത്തിയാണോ കൃഷി ചെയ്തിരിക്കുന്നത്? അതെ, ഏലം ഇപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഏലം കൃഷി ചെയ്യുന്ന സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലത്ത് മുരിക്കലായിരുന്നു കൃഷി. അന്ന് വലിയ കൊടികളൊന്നുമില്ല. പക്ഷെ ഇപ്പം നമ്മളത് മാറ്റിയിട്ട് പ്ലാവ്, മഹാഗണി, കാറ്റാടി ഇങ്ങനെയുള്ള മരങ്ങളിലാണ്. അപ്പൊ ഈ മരങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഏലത്തിന്റെ അടിവശത്ത് ഉള്ളിടത്തൊന്നും കായ്ക്കാറില്ല. ഏലത്തിന്റെ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഇത് ഏലത്തിനിടുന്ന വളം, ചാണകമടക്കം ഉള്ള സാധനങ്ങൾ ഇടുന്നുകൊണ്ട് പരമാവധി മരവും വളരും, അതോടൊപ്പം തന്നെ കൊടിയും വളരാനുള്ള സാധ്യതയുണ്ട്. നന്നായിട്ട് ഒരു 10, 20, 25 അടി വരെ കൊടികൾ കയറി കായ്ക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പം മിക്സ് വിളയാണ്.
ഏലവും കുരുമുളകും കൂടെ ചേർന്നാണ് കൃഷി ചെയ്യുന്നത്. പിന്നെ അതോടൊപ്പം തെങ്ങുണ്ട് അതിനകത്ത്. ഡിഗ്രി പഠനത്തിനൊക്കെ ശേഷം മറ്റ് ജോലിക്കൊന്നും ശ്രമിച്ചില്ലേ? ഡിഗ്രി പഠനത്തിന് ശേഷം ഒരു തവണ മാത്രമേ ഒരു ടെസ്റ്റ് എഴുതാനായിട്ട് പോയിട്ടുള്ളൂ. പിന്നീട് സർക്കാർ അങ്ങനെ ഒരു സംവിധാനത്തിലേക്കൊന്നും ആലോചിച്ചിട്ടില്ല. പ്രൈവറ്റ് ജോലികളൊക്കെ പലതും ഒക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. മുഴുവൻ സമയം കൃഷിയിൽ തന്നെ മുഴുകുന്നു? മുഴുവൻ സമയം കൃഷിയിൽ തന്നെ മുഴുകുന്നു. അതുകൂടാതെ ഞാൻ തേഡ്ക്യാമ്പ് ഗവൺമെന്റ് LP സ്കൂളിന്റെ PTA പ്രസിഡന്റാണ്. അവിടെ കഴിഞ്ഞ വർഷം നമുക്ക് കൃഷിക്കുള്ള അവാർഡ് നമ്മുടെ സ്കൂളിന് കിട്ടിയിരുന്നു. ഈ വർഷം ശരിക്കും അവിടുത്തെ ഒരു കൃഷിയുടെ ഒരു പോരായ്മ വന്നതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ജൂണിൽ നമുക്ക് മഴ സുലഭമായി ലഭിച്ചില്ല. ഈ വർഷം കൃഷി ചെയ്യേണ്ട ഒരു സമയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം വേനൽ ഒരു ജൂൺ ജൂലൈ മാസം വരെ വേനലായി പോയതുകൊണ്ട് നമുക്ക് അവിടെ ഒരു കൃത്യമായ ഒരു കൃഷി ചെയ്യാനായിട്ട് പറ്റിയില്ല. എന്നാലും നമ്മൾ അത്യാവശ്യം കുട്ടികൾക്ക് കൊടുക്കാനുള്ള വിഭവങ്ങൾ നമ്മളവിടെ കൃഷിയിലൂടെ സമാഹരിക്കുന്നുണ്ട്. ഈ വർഷം അതിൻ്റെ ഒരു ബ്രേക്കേജ് വന്നു. കാരണം കാലാവസ്ഥ നമുക്ക് വളരെ പ്രതികൂലമായി പോയി. അപ്പം സ്കൂളിൻ്റെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. മറ്റ് മേഖലകളിലെല്ലാം തന്നെ പൊതുരംഗത്തെല്ലാം തന്നെ എല്ലാ മേഖലയിലും തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തായാലും സന്തോഷകരമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നു അല്ലേ? തീർച്ചയായിട്ടും സന്തോഷകരമായി തന്നെ മുന്നോട്ട്. വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടിൽ അച്ഛനുണ്ട്, അമ്മയുണ്ട്, പിന്നെ അമ്മയുടെ ഒരു ബ്രദറുണ്ട്. അതുകൂടാതെ എൻ്റെ ഭാര്യ, എനിക്ക് 2 മക്കളാണുള്ളത്. മൂത്തയാൾ 6ാം ക്ലാസ്സിൽ, ഇളയാൾ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പൊതുവെ ഈ പ്രദേശങ്ങളിലൊക്കെ യുവജനങ്ങളുടെ കാർഷിക പ്രവർത്തനങ്ങളിലേക്ക് ധാരാളമായിട്ട് കടന്നു വരുന്നുണ്ടോ? യുവജനങ്ങൾ ഇപ്പോൾ ഈ മേഖലയിലേക്ക് കടന്നു വരുന്നത് കുറവാണ്. ഞങ്ങളുടെ തലമുറയിലുള്ള ഒരു പറ്റം ആളുകൾ അന്ന് സർക്കാർ മേഖലയിലൊക്കെ തൊഴിൽ കിട്ടിപ്പോയവരും മറ്റു മേഖലകളിൽ പ്രവർത്തിക്കുന്നവരൊക്കെ ആ തൊഴിൽ മേഖലയിൽ നിൽക്കുന്നു. അതുകൂടാതെ ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ, ഞങ്ങളുടെ ഒരു ഘട്ടത്തിലുള്ള ഒരു പറ്റം ചെറുപ്പക്കാർ ഇപ്പോഴും കാർഷിക മേഖലയിൽ, അതായത് കന്നുകാലി വളർത്തൊഴികെ ബാക്കി എല്ലാ മേഖലയിലും ഏലം കുരുമുളക് മേഖലയിൽ അവർ നന്നായി പ്രവർത്തിക്കുന്നുണ്ട്, നന്നായി കൃഷി ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു മെച്ചം, ഒരു കൃഷിയുടെ ഒരു മെച്ചം നമ്മുടെ ഈ പട്ടംകോളനി മേഖലയിലുണ്ട്. പുത്തൻ തലമുറ, ഇപ്പം വരാൻ പോകുന്ന ഒരു തലമുറ എന്ന് പറഞ്ഞാൽ അവർ IT പ്രൊഫഷണലായിട്ട് ഇല്ലെങ്കിൽ ഒരു +2 ശേഷം ജർമ്മൻ പഠിച്ചുകൊണ്ട് ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ ഒരു തുടർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് UK-യിലേക്കോ ഓസ്ട്രേലിയയിലേക്കോ പോകുന്ന ഒരു പ്രവണതയാണുള്ളത്. ഇപ്പം നമ്മളിവിടെ ശരിക്കും പറഞ്ഞാൽ ഭാരതം എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാർഷിക സംസ്കാരം എന്നൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് അത് മാറി. പണ്ട് ചേമ്പ് കൃഷിയും ചേനക്കൃഷിയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഭക്ഷ്യവിളകൾ ഇപ്പം നമുക്ക് കഴിക്കാൻ നെല്ല് എന്നുള്ള നമ്മുടെ ഉപജീവനം എന്നുള്ള നിലയിൽ ഒരു വർഷത്തേക്കുള്ള കരുതലായിരുന്നു. എന്നാൽ ഇന്നതൊക്കെ മാറിയിട്ട് വരുമാനം എത്രമാത്രം വർദ്ധിക്കുന്നു എന്നുള്ള നാണ്യവിളകളിലേക്ക് മാത്രം നമുക്ക് എത്രമാത്രം ലാഭം ഉണ്ടാക്കാം എന്നുള്ള തരത്തിലേക്ക് കൃഷി മാറിയതുകൊണ്ടാണ് നമ്മുടെ കാർഷിക സംസ്കാരത്തിലേക്ക് തന്നെ കടന്നു വന്നാൽ ഇത് വരുമാനമല്ല, നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമാണെന്നുള്ള ഒരു ചിന്താഗതി നമുക്ക് വന്നെങ്കിൽ മാത്രമേ കൃഷിയിലേക്ക് ആളുകൾ കൂടുതലായി വരുള്ളൂ. അതിന് തക്കതായ ഒരു പ്രതിഫലം വരുമാനം എന്നുള്ളതിനേക്കാൾ ഉപരി അതിൻ്റെ ഒരു സംതൃപ്തി അവർക്ക് കിട്ടത്തക്ക വിധത്തിലേക്ക് യുവജനങ്ങളെ പ്രോത്സാഹനം നൽകണമെന്നാണ് ഒരഭിപ്രായമുള്ളത്. പ്രത്യേകിച്ച് ഒരു താങ്ങുവിലയോ അല്ലെങ്കിൽ ഒരു നിശ്ചിത വിലയൊക്കെ എല്ലാ വിളകൾക്കും ഏർപ്പെടുത്തുകയാണെങ്കിൽ കുറെ പേരെ കൂടുതലായിട്ട് ഇതിലേക്ക് ആകർഷിക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും അത് തന്നെ. ഇപ്പം നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ ഒന്ന് യന്ത്രവൽകൃത സംവിധാനമാണ് എല്ലാത്തിനും. ഇപ്പം ഇസ്രായേലിലൊക്കെയാണ് ആളുകൾ പോയി കൃഷി പഠിക്കുന്നു. അവിടെ ഇപ്പം കാർഷിക മേഖലയിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോലും ആളുകളെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മൾ ഇവിടുന്ന് കൃഷി പഠിക്കാൻ ഇസ്രായേലിൽ പോകുക, നമ്മളിപ്പോഴും പഴയ ഒരു സംവിധാനത്തിലാണ് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറിയിട്ട് എത്രമാത്രം ഒരു പശുവിൽ നിന്ന് 1 ലിറ്റർ അല്ല 10 ലിറ്റർ കിട്ടുമെങ്കിൽ 10 ലിറ്റർ ഉത്പാദിപ്പിക്കുന്ന സ്ഥിതി. ഒരു കുരുമുളക് ചെടിയിൽ നിന്ന് 1/2 കിലോ കുരുമുളകാണ് നമുക്ക് കിട്ടേണ്ടതെങ്കിൽ അതൊരു 5 കിലോ ആയിട്ട് വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ പുതിയ സംവിധാനങ്ങളിലേക്ക് ഇത് കടന്നു വരണം. ഏലമാണെങ്കിലും 1 കിലോ ആണെങ്കിൽ അതൊരു 4 കിലോയിലേക്ക് വർദ്ധിച്ചുകൊണ്ട് ചെയ്യുന്ന കൃഷി ഏതാണോ അതിനകത്ത് കൃത്യമായ ഒരു ഏകീകരിച്ച ഒരു സംവിധാനം, മാക്സിമം വിളവെടുക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് കൊണ്ടുവരണം എന്നാണ്. എന്തായാലും ഒത്തിരി സന്തോഷം. കരുണാപുരം പഞ്ചായത്തിലെ കൂട്ടാറിലെ കാലിവളർത്തലിൽ സജീവമായി ശ്രദ്ധിക്കുന്ന, അതോടൊപ്പം തന്നെ ഏലം, കുരുമുളക്, തെങ്ങ് തുടങ്ങിയ കൃഷികളെല്ലാം ഏർപ്പെടുന്ന യുവ കർഷകനായ ഫിലിപ്പോസ് MJ മാച്ചേരത്താണ് ഇത്രയും നേരം തന്റെ കാർഷിക അനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്രയും കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. നെടുങ്കണ്ടം കൂട്ടാറിലെ സമ്മിശ്ര കർഷകനായ ശ്രീ ഫിലിപ്പോസ് MJ മാച്ചേരത്തുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി ഈ പദ്ധതിയിൻ കീഴിൽ 2 ഹെക്ടർ വരെ കൈവശ ഭൂമിയുള്ള കർഷക കുടുംബത്തിന് 6,000 രൂപ പ്രതിവർഷം നൽകുന്നതായിരിക്കും. അർഹരായ കർഷകർക്ക് 2,000 രൂപ വീതം 3 തവണകളായി നേരിട്ട് അവരുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നതായിരിക്കും. ഈ ചെറുകിട നാമമാത്ര കർഷക കുടുംബങ്ങളെ സംസ്ഥാന സർക്കാർ തെരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിയുടെ മുഴുവൻ ചെലവും ഭാരത സർക്കാരാണ് വഹിക്കുന്നത്. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി കർഷകരുടെ കൃഷിപരമായ പുതിയ അഭിമാനം. കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ക്യാപ്സിക്കം വൈഭവങ്ങൾ. ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുണ്ട് ഭൂമുഖത്തെ ക്യാപ്സിക്കം കൃഷിക്ക്. ആകർഷകമായ വിവിധ നിറങ്ങളിൽ ക്യാപ്സിക്കം മുളക് ലഭ്യമാണ്. ചുവപ്പ്, മഞ്ഞ, പച്ച. ജീവക സമൃദ്ധമായ ക്യാപ്സിക്കം പല രോഗങ്ങൾക്കും കൺകണ്ട ഔഷധമായും വർത്തിക്കും.
ക്യാപ്സിക്കത്തിൻ്റെ ആരോഗ്യ സംരക്ഷണ വിശേഷണങ്ങൾ എത്ര പറഞ്ഞാലും അധികമാവുകയില്ല. നിരന്തരം ക്യാപ്സിക്കം ഉപയോഗിക്കുന്നവരുടെ ചർമ്മം വളരെ മയമുള്ളതും യാതൊരുവിധ പുള്ളിയും പോറലും വീഴാത്തതുമായിരിക്കും. ധാരാളം ജീവകം എ ഉള്ളതിനാൽ നേത്രരോഗത്തിനും നേത്രരോഗങ്ങൾ തടയാനും ഉപകരിക്കും. മറ്റൊരു കഴിവ് അർബുദ പ്രതിരോധമാണ്. ഇതിലടങ്ങിയിരിക്കുന്ന ക്യാപ്സെയിൻ എന്ന സംയുക്തം അർബുദകാരികളായ കാഴ്സിനോജനുകളെ തടയുന്നു. ഉത്തമ വേദന സംഹാരി കൂടിയാണ് ക്യാപ്സിക്കം. ക്യാപ്സെയിൻസിൻ എന്ന സംയുക്തത്തിന് തൊലിപ്പുറത്ത് നിന്ന് സുഷുപ്ന നാഡിയിലേക്കുള്ള വേദനയുടെ പ്രസാരണം തടയുവാനും അങ്ങനെ വേദന അനുഭവിക്കുന്നത് ഒഴിവാക്കാനും കഴിയുന്നു. ദുർമേധസ് കൊണ്ട് പൊറുതിമുട്ടുന്നവരുടെ ചങ്ങാതിയാണ് ക്യാപ്സിക്കം. ഉപാപചയ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടുത്തി അധിക ഊർജം അക്ഷരാർത്ഥത്തിൽ ക്യാപ്സിക്കം എരിച്ചു കളയുന്നു. അങ്ങനെ അമിത ശരീരഭാരം കുറയ്ക്കുന്നു. ഉദരാസ്വാസ്ഥ്യങ്ങൾ ഇല്ലാതാക്കുകയും ചെയ്യും. കൂടാതെ രക്തസമ്മർദ്ദം ക്രമീകരിക്കാനും കൊളസ്ട്രോൾ, ട്രൈഗ്ലിസറൈഡ് എന്നിവ കുറയ്ക്കുവാനും സഹായിക്കുന്നു. കേശവളർച്ചയ്ക്കും ക്യാപ്സിക്കം ഉത്തേജകമാണ് എന്ന സത്യം പലർക്കും അറിയില്ല. ക്യാപ്സിക്കത്തിൽ നിന്നും വേർതിരിക്കുന്ന സത്ത് മുടിയുടെ വളർച്ച ത്വരിതപ്പെടുത്തുവാൻ കഴിവുള്ളതാണ്. പോരാത്തതിന് മുടി കൊഴിച്ചിൽ തടയുകയും ചെയ്യും. ക്യാപ്സിക്കത്തിന്റെ കാണാ കഴിവുകൾ ഇനിയും എത്രയോ നാം അറിയാനിരിക്കുന്നു എന്നല്ലാതെ എന്തു പറയാൻ. കാർഷിക അറിവുകൾ, ഫിലിപ്പോസ് MJ മാച്ചേരത്തുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. सूखा हो या बेमौसम की बरखा हो, कीड़ा लगे खेत में या दुविधा हो, बहुत ही कम प्रीमियम पे पूरी हो भरपाई, फसल बीमित रहे कटाई के बाद भी भाई। हाँ, ऋणी या अऋणी अब हर किसान लाभ उठाए, एक मौसम एक दर है, सब किसान बीमा कराए, प्रधानमंत्री फसल बीमा योजना से हर किसान मुस्काए। कृषि और किसान कल्याण मंत्रालय द्वारा किसान हित में जारी. സഹകരണത്തിൻ ബലത്തിൽ വികാസത്തിനു ചുവടുവയ്ക്കാം. ജനകോടിയിൽ ഈ വിപ്ലവം ഉണർത്തിയല്ലോ വിശ്വാസം. നാം ഒത്തുചേർന്ന വികാസത്തിനെ പതാക പറത്തിടാം. സഹകരണം നമ്മുടെ വികാസത്തിൻ പ്രതീകം. പുതുയുഗത്തിൽ സഹകരണം കാണിന്റെ പ്രധാനം. കൃഷി മന്ത്രാലയം, ഭാരത സർക്കാരിൽ നിന്ന് ജനതാൽപര്യാർത്ഥം. ഈ പരിപാടിയുടെ പ്രായോജകർ കേന്ദ്ര കൃഷി കർഷകക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ. എല്ലാ കിസാൻ വാണി ശ്രോതാക്കൾക്കും കൂപ്പുകൈ. കിസാൻ വാണി സമാപിക്കുന്നു.